ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ബേസിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് സി പി യുവിൻ്റെ അകത്തുള്ള കുറച്ച് കോമ്പോണൻറ്റ്സ്. ആൻഡ് ഇത് LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024 സിലബസാണ്. നമ്മൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ആദ്യം കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനും ഉള്ള ഡിഫറൻസ് പഠിക്കണം. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഹൗ ദ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ, അതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഹൗ ദീസ് ഡിവൈസസ് ആർ ഇൻറ്ററാക്റ്റിംഗ് വിത്ത് ഈച്ച് അതർ, അതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ബേസിക്സിൽ പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ്. ആൻഡ് സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ആൻഡ് ബേസിക്സ് ആണ്. ഓൾറെഡി CS ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് ഈസി ആയിരിക്കും. CS ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത സ്റ്റുഡൻസിന് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നാലും അവർക്കും ക്യാച്ചപ്പ് ചെയ്തെടുക്കാനുള്ള രീതിയിലാണ് ഇവർ സിലബസൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസിക്സിൽ വരുന്നതാണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ 4 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് ഇൻപുട്ട് ഡിവൈസ്, സെക്കൻഡ് വൺ ഔട്ട്പുട്ട് ഡിവൈസ്, ഇനിയുള്ളതാണ് CPU, പിന്നെ മെമ്മറി യൂണിറ്റ്. ഈ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഇതിനെ നമ്മൾ സ്റ്റോർഡ് മെമ്മറി പ്രോഗ്രാം എന്നും പറയും. ഓക്കെ, ഇതിലുള്ള 4 കോമ്പോണൻറ്റ്സ് ആണ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇനി ഇതിൽ CPU എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ CPU ആണ്. ഇതിനുള്ളതാണ് മെമ്മറി. മെമ്മറിയിൽ നമ്മൾ ഡേറ്റാസാണ് സ്റ്റോർ ചെയ്യുന്നത്. ഡേറ്റാസും പിന്നെ ടെമ്പററി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് RAM യൂസ് ചെയ്യും. ആൻഡ് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ROM യൂസ് ചെയ്യും. ദെൻ ഉള്ളതാണ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ യൂസേഴ്സ് കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻസാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസ്. ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ഇൻപുട്ട് ഡേറ്റ ഇൻ ടു ദി കമ്പ്യൂട്ടർ. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾ. ഇനിയുള്ളതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് കമ്പ്യൂട്ടർ നമുക്ക് തരുന്ന റിസൾട്ടാണ് ഓർ നമുക്ക് തരുന്ന ഫൈനൽ ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഔട്ട്പുട്ട് ഡിവൈസസ് വഴിയാണ് നമുക്ക് ഔട്ട്പുട്ട്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ മോണിറ്റർ, പ്രിൻ്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇറ്റ് പ്രസൻറ്റ് പ്രോസസ്ഡ് ഡേറ്റ ടു ദ യൂസേഴ്സ്. പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ ഓർ ഫൈനൽ റിസൾട്ടിനെ യൂസേഴ്സിന് കൊടുക്കും, അതാണ് ഔട്ട്പുട്ട്. ആൻഡ് അത് കൊടുക്കുന്ന ഒരു വേ ആണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഓർ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ദെൻ സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ ഡേറ്റാസ് പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഡേറ്റാസ് പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ഡിവൈസസ് ആണ് സെക്കൻഡറി ഡിവൈസസ്. ഇതിലൊക്കെ നമുക്ക് ഡേറ്റാസ് പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൻ്റെ ഒരു കമ്പ്യൂട്ടർ സ്ട്രക്ചർ. ഇതിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ദെൻ ഇത് CPU ഒരു സെപ്പറേറ്റ് ഇതാണ്, പിന്നെ മെയിൻ മെമ്മറി ഒരു സെപ്പറേറ്റ് ഇതാണ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റാസ് കൊടുക്കും, അതിനെ പ്രോസസ്സ് ചെയ്യും. ദെൻ പ്രോസസ്സ് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ദെൻ അത് വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് വെച്ചിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുക്കണം, അതിനെ പ്രോസസ്സ് ചെയ്യണം, ദെൻ അതിനെ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഈ 4 കോമ്പോണൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടു. ഈ 4 കോമ്പോണൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസാണ് ചെയ്യുന്നത്. ഇൻപുട്ട് ഡിവൈസ് ആണെങ്കിൽ ഇൻപുട്ട് കൊടുക്കും, ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കും, CPU ആണെങ്കിൽ ഓവറോൾ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യും. അതിന് അതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ മെയിൻ മെമ്മറി ഉണ്ട്. ഇങ്ങനെ ഈ എല്ലാ കോമ്പോണൻറ്റ്സും ഓരോ ഫങ്ഷണാലിറ്റീസാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ ഫങ്ഷണാലിറ്റീസ് പെർഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാലേ ഒരു കമ്പ്യൂട്ടർ പ്രോപ്പർലി വർക്ക് ആവത്തുള്ളൂ. അങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർ ഈ കോമ്പോണൻറ്റ്സൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബസ്സസ്. ഈ ബസ്സിൽ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ലാസ്റ്റായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കമ്പ്യൂട്ടറിൽ 4 കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്.
ഇൻപുട്ട് ഔട്ട്പുട്ട് സി പി യു ആൻഡ് മെമ്മറി. ഇനി ഈ സി പി യുവിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഉണ്ട്. സി പി യു എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൺട്രോൾ യൂണിറ്റ് കാണും, ALU അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് കാണും, പിന്നെ രജിസ്റ്റേഴ്സ് കാണും. ഇങ്ങനെ ഒരു സി പി യുവിൻ്റെ അകത്ത് 3 ഡിഫറെൻറ്റ് കോമ്പോണൻസ് ആണ് ഉള്ളത്. സി പി യുവിനെ നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയും. ആൻഡ് സി പി യു നമ്മൾ ഒരു സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് ചിപ്പായിട്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്നും പറയും. ഇനി സി പി യുവിൻ്റെ അകത്തുള്ള ഫസ്റ്റ് കോമ്പോണൻ്റ് ആണ് ALU അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇത് ആക്ച്വലി അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അറിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണെങ്കിൽ അതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ് ഇതൊക്കെ വരും. പിന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ആൻഡ്, ഓർ, ഇങ്ങനെ ഈ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ALU ആണ്. അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ALU ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി ഈ ALU രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ A is equal to 5 plus 8 എന്ന് വയ്ക്കാം, ആൻഡ് B is equal to A plus 10 എന്ന് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ A equal to 5 plus 8 അത് കമ്പ്യൂട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ B is equal to A plus 10 അത് കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തില്ലേ A equal to 5 plus 8, അതിനെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ B കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ Aൻ്റെ റിസൾട്ട് എടുത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. B is equal to A plus 10 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഇൻസ്ട്രക്ഷനിൽ നമുക്ക് Aയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷനെ ടെമ്പററിലി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് സെക്കൻഡ് ഇതിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടെമ്പററിലി നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ALU uses the registers to hold the data that is being processed. ഇത്രയേ ഉള്ളൂ അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അത് ALU അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റാസ് ടെമ്പററിലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ആണ് CU കൺട്രോൾ യൂണിറ്റ്. Control unit, it directs the flow of data and tells other parts of the computer what to do, when to do and how to do. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ ബാക്കിയുള്ള കോമ്പോണൻസിനെ ഡയറക്റ്റ് ചെയ്യും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന് ഡയറക്റ്റ് ചെയ്യും. അതാണ് കൺട്രോൾ യൂണിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ ഇപ്പോൾ അസൈൻമെൻറ്റ് തരുവാണ് വയ്ക്കാം. അസൈൻമെൻറ്റ് തരുമ്പോൾ ആ ടീച്ചർ അസൈൻമെൻറ്റിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യുന്നതും ടീച്ചേഴ്സായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ് റൂം എടുക്കുമ്പോൾ കൺട്രോൾ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെയാണ് CPU-ൽ ബാക്കിയുള്ള കോമ്പോണൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫെച്ച് ചെയ്തെടുത്തിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യും. ഇൻസ്ട്രക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നത് ഡീകോഡ് ചെയ്തെടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അത് ഡീകോഡ് ചെയ്യുമ്പോൾ തന്നെ അതിലെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ബാക്കിയുള്ള കോമ്പോണൻസിന് ലൈക്ക് അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പിന്നെ മെമ്മറിക്കൊക്കെ സിഗ്നൽസ് കൊടുക്കും എന്ത് ചെയ്യണമെന്ന്. ഇതാണ് കൺട്രോൾ യൂണിറ്റ്. ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യും, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്സിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ സിഗ്നൽസ് അയക്കും. ദെൻ ഇത് കഴിഞ്ഞിട്ടുള്ള കോമ്പോണൻ്റാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ആണ്. ആൻഡ് ഇത് വെരി ഫാസ്റ്റ് ആയിരിക്കും. ബാക്കി മെമ്മറീസ് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ ആയിരിക്കും. ഇവിടെ മെമ്മറി ഹൈറാർക്കി കൊടുത്തിട്ടുണ്ട്. ഈ മെമ്മറി ഹൈറാർക്കിയിൽ ഫസ്റ്റ് പൊസിഷനിലുള്ളത് CPU രജിസ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് പൊസിഷനിലുള്ളത് ക്യാഷ് മെമ്മറി, തേർഡ് വൺ മെയിൻ മെമ്മറി, പിന്നെ മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, പിന്നെ മാഗ്നറ്റിക് ടേപ്പ്, ഇങ്ങനെയാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും മേളിലുള്ളത് CPU രജിസ്റ്റേഴ്സാണ്. ഏറ്റവും ടോപ്പിലുള്ളതിന് ഹൈ സ്പീഡ് കാണും, ബട്ട് സൈസ് കുറവായിരിക്കും. ഏറ്റവും താഴെയുള്ളതിന് സ്പീഡ് കുറവായിരിക്കും, ബട്ട് സൈസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ മേളിലോട്ട് പോകുന്തോറും ഏറ്റവും ടോപ്പിലുള്ളതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ CPU രജിസ്റ്റേഴ്സ് മെമ്മറി ഹൈറാർക്കിയിൽ ടോപ്പിലുള്ള ഒരു മെമ്മറിയാണ്. ഇത് സ്മോൾ മെമ്മറിയാണ് ആൻഡ് ഇത് വെരി ഹൈ സ്പീഡാണ്. ഇതിനെ നമ്മൾ CPU-ൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് ഇൻ ഓർഡർ ടു സ്പീഡ് അപ്പ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ദെൻ ഈ രജിസ്റ്ററിൽ ആക്ച്വലി നമ്മൾ
ടെമ്പററി ആയിട്ടുള്ള ഡീറ്റാസാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ ടെമ്പററി ആയിട്ട് വരുന്ന ഡീറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അക്യുമുലേറ്റർ. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ACC. ഈ അക്യുമുലേറ്ററിൽ നമ്മൾ ആക്ച്വലി അറിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സെക്കൻഡ് വൺ പ്രോഗ്രാം കൗണ്ടർ. അതിൻ്റെ ഷോർട്ട് ഫോം PC ആണ്. ഇതിൽ ആക്ച്വലി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലൈൻസ് ഒക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ന് വെക്കാം. ഇതിൽ ഈ ഒരു ലൈൻ ഓൾറെഡി എക്സിക്യൂട്ടിംഗ് ആണെന്ന് വെക്കാം. 1 2 3 4 5. ഇതിൽ 1 ഓൾറെഡി എക്സിക്യൂട്ടിംഗ് ആണ്. ഇനി 1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഈ 2 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്ത് വെക്കും. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതിൻ്റെ ഷോർട്ട് ഫോം IR ആണ്. IRൽ കറണ്ട് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് വൺ ആണ് കറൻ്റ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സായിരിക്കും ഈ IR രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോം MAR. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് മെമ്മറി വെർ ഡേറ്റ വിൽ ബി റീഡ് ഓർ റിട്ടൺ. ഡേറ്റ നമ്മൾ എവിടെയാണോ റീഡ് ചെയ്യാൻ പോകുന്നത് ഓർ എവിടെയാണോ റൈറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സായിരിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മെമ്മറി ഡേറ്റ രജിസ്റ്റർ ഉണ്ട്. ഇതിൽ നമ്മൾ ഹോൾഡ്സ് ദ ഡേറ്റ ബീങ് ട്രാൻസ്ഫർ ടു ഓർ ഫ്രം മെമ്മറി. നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഡേറ്റയാണ് നമ്മൾ ഈ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്, ഫ്രം ദ മെമ്മറി ഓർ ടു ദ മെമ്മറി. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഫോർ എക്സാമ്പിൾ AX, BX, CX, DX ഇതൊക്കെ x86 ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്. സ്റ്റാക്ക് പോയിൻ്ററിൽ ഒരു മെമ്മറി സ്റ്റാക്ക് ഉണ്ടെങ്കിൽ ആ മെമ്മറി സ്റ്റാക്കിൻ്റെ ടോപ്പ് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാക്ക് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആക്ച്വലി സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇറ്റ് റിഫ്ലക്റ്റ് ദി ഔട്ട്കം ഓഫ് ഓപ്പറേഷൻസ്. ഓരോ ഓപ്പറേഷൻസിൻ്റെ ഔട്ട്കം ഏതാണോ അതിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ആക്ച്വലി സ്റ്റാറ്റസ് ഫ്ലാഗ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 0, ക്യാരി, സൈൻ ഫ്ലാഗ്സ് ഇതൊക്കെയായിരിക്കും ഈ ഫ്ലാഗ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റ്സ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദി CPU ആർക്കിടെക്ചർ. ഇത്ര ബിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. 8 ബിറ്റ് യൂസ് ചെയ്യാം, 16 ബിറ്റ് യൂസ് ചെയ്യാം, 32 അല്ലെങ്കിൽ 64 ബിറ്റ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി CPU ആർക്കിടെക്ചർ. ദെൻ സെക്കൻഡ് വൺ ക്യാഷ് മെമ്മറീനേക്കാളും ഇത് ഫാസ്റ്റർ ആണ്. ദെൻ രജിസ്റ്റേഴ്സ് ഇസ് വോളറ്റൈൽ. വോളറ്റൈൽ മീൻസ് പവർ ഓഫ് ആയാൽ നമുക്ക് ഡേറ്റ ലോസ് ആവും. ഇത്രയേ ഉള്ളൂ രജിസ്റ്റേഴ്സ്. ഇനിയുള്ളതാണ് ബസ്സസ്. ബസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ആദ്യം തന്നെ പറഞ്ഞു നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ആണുള്ളത്. അപ്പോൾ ഈ കോമ്പോണൻസിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഓർ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സസ് യൂസ് ചെയ്യുന്നത്. Buses are communication systems that transfer data between different components of a computer such as the CPU, memory, input or output devices. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. നമുക്ക് ബസ് 3 ടൈപ്സ് ആണ് ഉള്ളത്: അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ഇതിൽ അടിയിലുള്ള ഇത് ഡേറ്റ ബസ്സാണ്, സെക്കൻഡ് വൺ അഡ്രസ് ബസ്, പിന്നെ ഹൈറ്റിലുള്ളത് കൺട്രോൾ ബസ്, പിന്നെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഉണ്ട്, CPU, മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഇനി ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സാണുള്ളത്: ഡേറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഡേറ്റ ബസ്സിൽ നമ്മൾ ആക്ച്വൽ ഡേറ്റ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ആക്ച്വൽ ഡേറ്റ ബിറ്റ്വീൻ കോമ്പോണൻസ്. ഇതിൽ വിത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് ഓർ 64 ബിറ്റ്, ഇങ്ങനെ വിത്ത് ഉണ്ട്. വിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഡിറ്റർമൈൻസ് ഹൗ മച്ച് ഡേറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അറ്റ് വൺസ്. വിത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈമിൽ എത്ര ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ബസ്സാണ് അഡ്രസ് ബസ്. അഡ്രസ് ബസ്സിൽ ഇറ്റ് ക്യാരീസ് മെമ്മറി അഡ്രസ്സസ്. CPU എന്ന് വേറെ കോമ്പോണൻസിലേക്ക് അഡ്രസ്സിനെയാണ് ഈ അഡ്രസ് ബസ് കൊണ്ടുപോകുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് മാക്സിമം അഡ്രസ്സബിൾ മെമ്മറി ലൊക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ 32 ബിറ്റ് അഡ്രസ്സ് ആണെങ്കിൽ
ആ അഡ്രസ്സിൽ നമുക്ക് 2⁻32 അഡ്രസ് മെമ്മറി ലൊക്കേഷൻസ് വരെ ആക്സസ് ചെയ്യാൻ പറ്റും. 32 ബിറ്റ് അഡ്രസ് ബസ് ആണെങ്കിൽ അതിൽ 2⁻32 മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ആണ് കൺട്രോൾ ബസ്. ഇറ്റ് ക്യാരീസ് കൺട്രോൾ സിഗ്നൽസ് ഫ്രം ദ CPU ടു അതർ കോമ്പോണൻറ്റ്സ്. CPU നിന്ന് വേറെ കോമ്പോണൻസിലേക്ക് കൺട്രോൾ സിഗ്നൽസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മാനേജസ് ദ ഓപ്പറേഷൻസ് ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, ക്ലോക്ക് സിഗ്നൽസ് ആൻഡ് ഇൻറ്ററപ്റ്റ്സ്. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ബസ് വിഡ്ത്ത് ഉണ്ട്. ബട്ട് ബസ് വിഡ്ത്ത് മീൻസ് അതിൻ്റെ സൈസാണ്, ഹൗ മച്ച് ഡേറ്റ ക്യാൻ ബി ട്രാൻസ്ഫർഡ് അറ്റ് എ ടൈം. ഇപ്പോൾ കൂടുതൽ ബിറ്റ്സ് ആണെങ്കിൽ, ബസ് വിഡ്ത്തിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് ഹൈ ആയിരിക്കും. ദെൻ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് മെഗാഹെർട്സ് അല്ലെങ്കിൽ ജിഗാഹെർട്സിലായിരിക്കും. ഫാസ്റ്റർ സ്പീഡാണെങ്കിൽ നമ്മളുടെ ഡേറ്റ മൂവ്മെൻറ്റും ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ ബസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ്. ഡേറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സിൽ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോൾസ് ഇസ് നത്തിങ് ബട്ട് ദി സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ സ്റ്റാർട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ചെയ്യാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോർ LBS MC റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്